ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മൈക്രോ ഗ്രീൻസ് കൊണ്ടിട്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാനൊരു വീഡിയോയിൽ ഇതുപോലെ മൈക്രോ ഗ്രീൻസ് ഇങ്ങനെ വിളവെടുക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ രീതിക്കാണെങ്കിൽ തോരൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓംലെറ്റ് ഒക്കെ അടിക്കുമ്പം അതിൽ നമുക്ക് ഇങ്ങനെയായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ സാമ്പാറൊക്കെ മുരിങ്ങയിലയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാറില്ലേ, അതുപോലെ ഈ ഒരു ലീഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് സാമ്പാറിന് വേണമെങ്കിൽ അതിനകത്ത് ഇട്ടിട്ടാണെങ്കിലും നമുക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് കൊണ്ടിട്ട് ഒരു നല്ല റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ ചെറുപയർ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളൊക്കെ ഇതുപോലെ മുളപ്പിച്ചതിന് ശേഷം ഇത് ഒരു 7 ദിവസമെങ്കിലും മിനിമം ഇത് നമ്മൾ വളർത്തിയെടുക്കണം. അതിനുശേഷം മാത്രമാണ് ഇത് എന്താ പറയുക നല്ല പാകമാകത്തുള്ളൂ ഒരു കറി വെക്കാനായിട്ട് കേട്ടോ. മൈക്രോ ഗ്രീൻസിൻ്റെ ഉപയോഗമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. എന്നാലും അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, വളരെ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ലീഫാണ് നമ്മളുടെ ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പറ്റുന്നവർ ഇത് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ എളുപ്പമാണ് റെഡിയാക്കാനായിട്ട്. തോരനോ അല്ലെങ്കിൽ മറ്റെന്ത് റെസിപ്പി വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. ഇന്ന് നമുക്ക് അപ്പോൾ ഇതുകൊണ്ടൊരു നല്ലൊരു നാടൻ തോരൻ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. കുറച്ച് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇപ്പം ഈയിടെയായിട്ട് നമ്മുടെ ഫുഡിനൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അല്പം ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ എണ്ണ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. എല്ലാ കറികൾക്കും ഈ ഒരു അളവിലൊക്കെ തന്നെയാണ് കേട്ടോ എണ്ണ ഒഴിക്കുന്നത്. ആരോഗ്യം നോക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം മുഴുവനുള്ള ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് അതിനെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ മൈക്രോ ഗ്രീൻസ്. ആദ്യം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സവാളയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് സവാളയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നിടം വരെ തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മൈക്രോ ഗ്രീൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈക്രോ ഗ്രീൻസ് കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നിയാലും ഇത് നമ്മൾ കറി വെച്ച് വരുമ്പോൾ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത്രയും എനിക്ക് അകപ്പാടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് കഷ്ടി കഴിക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. ഒരുപാട് അങ്ങ് വെള്ളമൊന്നും ഇതിൽ നിന്നും അങ്ങനെ ഊർന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ കുറച്ച്. ആ വെള്ളം യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ഈ ചീര നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ചിലരാണെങ്കിൽ ഇതിൻ്റെ തണ്ട് എടുക്കുമെന്നൊക്കെ ചോദിച്ചിരുന്നു. തണ്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ തണ്ടും ആ ഇലയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിന്. അതുകൂടെ ചേർത്തതിന് ശേഷം നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം തന്നെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തോരൻ ആയതുകൊണ്ട് തന്നെ, പിന്നെ ഹെൽത്തി ആയിട്ട് തോരൻ ഉണ്ടാക്കുമായതുകൊണ്ട് തന്നെ ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിന് മാത്രം, വളരെ കുറച്ചൊരു അളവിൽ മാത്രമേ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് ഒന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രേ വേണ്ടുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് നമ്മുടെ മുരിങ്ങയിലയൊക്കെ തോരൻ വെച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് മുരിങ്ങയുടെ ഇല കൊണ്ട്, ഇത് നമ്മുടെ മൈക്രോ ഗ്രീൻസ് കൊണ്ട്. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും പരമാവധി ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.